ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളിയുള്ള ചെറുപയർ കറിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയുള്ള കറിയാണ്. പുട്ട്, നൂൽപുട്ട്, ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് തലേന്ന് രാത്രി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ള ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്കൊരു കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകാണ് നമ്മൾ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിയൊന്നും ഇതിൽ ചേർക്കുന്നില്ല. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള കല്ലുപ്പ്. പിന്നെ നമുക്ക് ഇത് വേവാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3 വിസിലാകുമ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്ത് കിട്ടും ചെറുപയർ. ആ സമയത്ത് നമുക്ക് കുറച്ച് നാളികേരം ഇതിലോട്ട് അരച്ചെടുക്കാനുണ്ട്. ഒരു അരമുറി നാളികേരം, കുറച്ച് നല്ല ജീരകം, ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് ചെറുപയറൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. 3 വിസിലടിച്ചിട്ട് അതിൻ്റെ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയ ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ചെറുപയറും കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി നമുക്കിതിലോട്ട് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നാളികേരം ചേർത്ത് കൊടുക്കാം. നാളികേരം ജീരകം കൂടെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് കറി ഒന്ന് ലൂസാക്കി എടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. നമുക്കൊന്ന് വറവിട്ടെടുക്കണം. ആ ഭാഗത്ത് നിന്ന് കട്ടായി പോയിട്ടുണ്ട്. നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം കടുക് പൊട്ടിച്ചിട്ട് ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ഉണക്കമുളക് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നന്നായി മൂപ്പിച്ചിട്ട് ഈ കറി അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അത് നമ്മുടെ അടിപൊളിയായ ചെറുപയർ കറി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും.